നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ യുവേഫ യൂറോപ്പ ലീഗിൽ നടന്ന രണ്ടാം പാദ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ വിജയം നേടാൻ ഇറ്റാലിയൻ കരുത്തരായ AS റോമക്ക് കഴിഞ്ഞിരുന്നു. മറ്റൊരു ഇറ്റാലിയൻ വമ്പന്മാരായ AC മിലാനെ 1-നെതിരെ 2 ഗോളുകൾക്കായിരുന്നു റോമ പരാജയപ്പെടുത്തിയത്. ഇതോടെ അഗ്രിഗേറ്റിൽ 1-നെതിരെ 3 ഗോളുകളുടെ വിജയം നേടിക്കൊണ്ട് റോമ ഇപ്പോൾ യൂറോപ്പ ലീഗിന്റെ സെമി ഫൈനലിൽ പ്രവേശിക്കുകയും ചെയ്തു. മത്സരത്തിന്റെ 12ാമത്തെ മിനിറ്റിൽ മാൻസിനിയാണ് റോമക്ക് ലീഡ് നേടിക്കൊടുത്തത്. 22ാമത്തെ മിനിറ്റിൽ അർജന്റീൻ സൂപ്പർ താരമായ പൗലോ ദിബാല ഈ ഒരു ലീഡ് വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. എന്നാൽ 31ാമത്തെ മിനിറ്റിൽ സെലിക്ക് റെഡ് കാർഡ് കണ്ട് പുറത്തു പോയത് റോമയിൽ പ്രതിസന്ധി സൃഷ്ടിച്ചു. പിന്നീട് അവർ പിടിച്ചു നിൽക്കുകയായിരുന്നു. 85ാമത്തെ മിനിറ്റിൽ ഗാബിയ AC മിലാന് വേണ്ടി ഒരു ഗോൾ നേടിയെങ്കിലും അതൊന്നും മതിയാകുമായിരുന്നില്ല. അങ്ങനെ AC മിലാനെ ഇപ്പോൾ മറികടന്നുകൊണ്ട് അവർ യൂറോപ്പ ലീഗിന്റെ സെമിയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ എടുത്തു പറയേണ്ടത് റോമയുടെ പരിശീലകനായ ഡാനിയേലെ ഡി റോസിയെ കുറിച്ചാണ്. നമുക്കറിയാം, ഹൊസെ മൊറീഞ്ഞോയുടെ കീഴിൽ ഈ സീസണിൽ മോശം പ്രകടനമായിരുന്നു റോമ നടത്തിയിരുന്നത്. അതോടുകൂടി മൊറീഞ്ഞോക്ക് തന്റെ പരിശീലക സ്ഥാനം നഷ്ടമായി. പകരക്കാരനായിക്കൊണ്ട് ഡി റോസി വന്നു. മികച്ച പ്രകടനമാണ് ഡി റോസിക്ക് കീഴിൽ ഇപ്പോൾ റോമ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 8 വിജയങ്ങൾ അവർ ഇറ്റാലിയൻ ലീഗിൽ സ്വന്തമാക്കി കഴിഞ്ഞു. പിന്നീട് 2 സമനില, 1 തോൽവി മാത്രമാണ് അദ്ദേഹത്തിന് കീഴിൽ ഇപ്പോൾ ഇവർ വഴങ്ങിയിട്ടുള്ളത്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. മികച്ച പ്രകടനം അദ്ദേഹത്തിന് കീഴിൽ നടത്തുന്നു എന്ന് പറയുമ്പോൾ 5ാം സ്ഥാനത്തേക്ക് അവർ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. 31 മത്സരങ്ങളിൽ നിന്ന് 55 പോയിന്റാണ് AS റോമ ഇപ്പോൾ ഇറ്റാലിയൻ ലീഗിൽ കരസ്ഥമാക്കിയിട്ടുള്ളത്. ഇനി യുവേഫ യൂറോപ്പ ലീഗിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കരുത്തരെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അവരിപ്പോൾ സെമി ഫൈനലിൽ എത്തിയിട്ടുള്ളത്. കരുത്തരായ ഫൈനൂർദിനെ അവർ തോൽപ്പിച്ച് പുറത്താക്കി. അതുപോലെ തന്നെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ ബ്രൈറ്റനെയും തോൽപ്പിച്ച് പുറത്താക്കി. അതുപോലെ തന്നെ AC മിലാനെ തോൽപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ അവർ ഈ ഒരു സെമി ഫൈനൽ എത്തിയിരിക്കുന്നത്. എന്നാൽ സെമി ഫൈനൽ ഒട്ടും എളുപ്പമാവില്ല ഡി റോസിക്ക്. എന്തെന്നാൽ പരിശീലകനായ സാബി അലോൺസോയെയും അദ്ദേഹത്തിന്റെ ടീമായ ബയർ ലെവർക്യൂസിനെയുമാണ് സെമിയിൽ റോമക്ക് നേരിടേണ്ടി വരുന്നത്. ഒരു വലിയ അപരാജിത കുതിപ്പ് ഇപ്പോൾ നടത്തുകയാണ് സാബിയും അദ്ദേഹത്തിന്റെ ടീമും. ആ ഒരു അപരാജിത കുതിപ്പ് അവസാനിപ്പിക്കാൻ ഡി റോസിക്കും അതുപോലെ തന്നെ റോമക്കും കഴിയുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.